ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ശർക്കര വരട്ടിയുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും ഇതെന്താണെന്നുള്ളത്. അതെ, ഇന്നലെ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന നേന്ത്രക്കായയുടെ തൊലി ഞാൻ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കായത്തോലും പയറും വെച്ചിട്ടാണ് ഞാനിന്ന് ഒരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. കായത്തോലിൻ്റെ കൂടെ ചേർക്കാനുള്ള ഈ പയർ ഒരു 6 മണിക്കൂർ ഞാൻ കുതിർത്തെടുത്തതാണ്. ഇനി ഓരോ കായത്തോലും എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ അരിഞ്ഞെടുക്കാം. നല്ല കനം കുറച്ച് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വിഭവമാണ് എനിക്ക്. ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നേന്ത്രക്കായുടെ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു. അന്നൊന്നും ഇത് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ ഒരു പ്രായമായപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കായത്തോലി എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റണോ അത്രത്തോളം ചെറുതാക്കി അരിയണം. ഇതാ ഇതുപോലെ. ഇപ്പം ഞാൻ ഇതവിടെ എല്ലാം നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തൊലി ആദ്യം തന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലത്തെ കറയൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള പയറും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കായത്തോലും കൂടെ ചേർക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കണേ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കായത്തോലിന് അത്യാവശ്യം വേവുള്ളതാണ്. അപ്പോൾ ഈ പയർ വേവണോടൊപ്പം തന്നെ ഈ കായത്തോലും ഒരുമിച്ച് വെന്ത് കിട്ടും. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. കഷ്ണം മുങ്ങി കിടക്കാൻ പാകത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മളിത് ഊറ്റിയെടുത്തിട്ടാണ് വറുത്തിടുക. ഇനി കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കായത്തോലും പയറും ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ ഒരു 7 വിസിലടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പ്രഷർ മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ഊറ്റി കളയണം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വന്നാൽ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം മാത്രം വെളുത്തുള്ളി ചേർത്താൽ മതി. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വരണം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി ചെറുതായിട്ട് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള കായത്തോലും പയറും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ആ ഉള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ ഈ കായത്തോലും പയറിൻ്റെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഈർപ്പൊക്കെ വലിഞ്ഞ് എല്ലാം കൂടെ നന്നായി മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇപ്പം നമ്മളുടെ ഉപ്പേരി വെള്ളമൊക്കെ വറ്റിയിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ പാഴാക്കി കളയണ ഈ കായത്തോലി കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ഉപ്പേരിയല്ലേ ഇപ്പോൾ റെഡിയാക്കി എടുത്തത്. നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെ ഈ ഉപ്പേരി കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ഓണം വിഷു സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ശർക്കര വരട്ടിയും കായവറുത്തും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും ഓണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്നൊക്കെ ഇതുപോലുള്ള ഉപ്പേരി ആയിരിക്കും സദ്യയിൽ വിളമ്പുക. അപ്പോൾ കായത്തോലൊന്നും വെറുതെ വേസ്റ്റായി പോവില്ല. സദ്യയിലേക്ക് നല്ല അടിപൊളി ഒരു ഉപ്പേരിയും റെഡിയാവും. അപ്പോൾ കായത്തോലൊക്കെ കിട്ടുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.